എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല പൂ പോലെ സോഫ്റ്റായ വെള്ളയപ്പം എങ്ങനെ റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വെള്ളയപ്പത്തിൻ്റെ മാവിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടാലോ. നല്ല പൂ പോലെ സോഫ്റ്റായ വെള്ളയപ്പം നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിനായി മാവ് റെഡിയാക്കിയെടുക്കുവാൻ പോകുന്നു കേട്ടോ. അതിനായി ഞാൻ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പാകത്തിന് ഉഴുന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ അളവിൽ വേണം ഉഴുന്ന് എടുക്കുവാൻ. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി കഴുകി ഒരു 6-7 മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നാളികേരമാണ്. 1/2 മുറി നാളികേരമാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ഗ്ലാസ് ചോറാണ് കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു നുള്ള് ഈസ്റ്റ് ചേർത്ത് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നാളികേരത്തിൻ്റെ വെള്ളമാണ്. ഒരു തുള്ളി മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ ടേസ്റ്റ് അങ്ങട് മാറിപ്പോട്ടോ. പിന്നെ പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാകത്തിന് വെള്ളവും ഒഴിച്ച് ഒരു തരി പോലും പെടാതെ നല്ല വെണ്ണ പോലെ മിക്സിയിൽ അടിച്ചെടുക്കണം. അങ്ങനെ മിക്സിയിൽ അടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പൂ പോലത്തെ വെള്ളയപ്പം റെഡിയാക്കി എടുക്കുവാൻ ഞാനൊരു ട്രിക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? ഐസ് ക്യൂബാണ്. ഇതേ അളവിൽ ചേർത്ത് കൊടുത്തൊന്ന് മിക്സാക്കി മൂടി വയ്ക്കുക. അങ്ങനെ പിറ്റേ ദിവസം നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ മാവ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു തവി വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പും ചേർക്കാം. ഞാനൊരു ചീഞ്ചട്ടിയിലാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ചീഞ്ചട്ടി നന്നായി ചൂടായ ശേഷം തീ കുറച്ച് വെച്ച് മാവ് വീത്തി കൊടുത്തിട്ടുണ്ട്. നന്നായി ബബ്ലൂസൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 സെക്കൻഡിന് ശേഷം വെള്ളയപ്പം മൂടി വെച്ച് വേവിക്കാൻ വെച്ച് കൊടുത്തു കേട്ടോ. നല്ല പൂ പോലത്തെ സോഫ്റ്റായ വെള്ളയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇതുവരെ വെള്ളയപ്പം ഉണ്ടാക്കി റെഡിയാവാത്തവർ ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി ഞാൻ വരാം. ബൈ.